പോപ്പുലർ ഫ്രണ്ടിന്റെ മിന്നൽ ഹർത്താലിലുണ്ടായ നാശനഷ്ടത്തിന് KSRTCക്ക് 2,42,00,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യം. പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളിൽ നിന്നും ഈ തുക ഈടാക്കണമെന്നും ക്ലെയിംസ് കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ക്ലെയിംസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക്. 2022 സെപ്റ്റംബർ 23 നിരോധിത ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മിന്നൽ ഹർത്താലിൽ KSRTCക്ക് ആകെയുണ്ടായ നഷ്ടത്തിന് 2,42,00,000 രൂപ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളിൽ നിന്നും ഈടാക്കണമെന്നാണ് ക്ലെയിംസ് കമ്മീഷണറുടെ റിപ്പോർട്ട്. മിന്നൽ ഹർത്താൽ അക്രമത്തിൽ 59 KSRTC ബസ്സുകൾക്ക് നാശനഷ്ടമുണ്ടായി. 2.13 കോടിയാണ് ഹർത്താൽ ദിനത്തിലെ KSRTCയുടെ വരുമാന നഷ്ടം. മറ്റ് ക്ലെയിമുകൾ 10 ലക്ഷത്തോളം വരും. ഹർത്താൽ ദിനം സർവീസ് മുടങ്ങിയത് മൂലമുണ്ടായ നഷ്ടം പരിഹരിക്കാനായി ആകെ 2.42 കോടി രൂപ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളിൽ നിന്നും ഈടാക്കും. നഷ്ടപരിഹാര തുക സംബന്ധിച്ച വിശദമായ പട്ടിക ക്ലെയിംസ് കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമായിരുന്നു ക്ലെയിംസ് കമ്മീഷണറെ നിയോഗിച്ച് നഷ്ടം തിട്ടപ്പെടുത്തിയത്. നേരത്തെ കോടതി ഉത്തരവ് ലഭിച്ചിട്ടും പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിൽ സർക്കാർ മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചത് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിനും കാരണമായിരുന്നു. ജനം, കൊച്ചി.